എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ധന സർചാർജ് കൂട്ടിയിരിക്കുകയാണ് KSEB. ഇതോടെ പ്രതിമാസ ബില്ല് നൽകുന്നവർക്ക് വൈദ്യുത നിരക്കിൽ വർധന ഉണ്ടാകുന്നതാണ്. ദൈവമാസ ബില്ലുകൾക്ക് നേരിയ കുറവുണ്ടായിരിക്കുന്നതാണ്. യൂണിറ്റിന് 3 പൈസയുടെ വർധനമാണ് പ്രതിമാസ ബില്ലുകാർക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം 5 പൈസയായിരുന്നത് ഈ മാസം 8 പൈസയാണ് കൂടിയിരിക്കുന്നത്. അതേസമയം ദൈവമാസ ബില്ലുകാർക്ക് കഴിഞ്ഞ മാസം യൂണിറ്റിന് 8 പൈസയായിരുന്നത് ഈ മാസം 7 പൈസയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. നവംബറിൽ 18.45 കോടിയുടെ അധിക ബാധ്യത ഉണ്ടായതും ഇത് നികത്തുന്നതിനുമാണ് സർചാർജ് എന്നുമാണ് KSEBയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന KSEB ഇന്ധന സർചാർജ് പരിഷ്കരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രധാനമായിട്ടും താഴെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇളവുകൾ പരിശോധിക്കുമ്പോൾ കണക്റ്റഡ് ലോഡ് 1000 വാട്ട്സിൽ താഴെയുള്ളതും പ്രതിമാസം 40 യൂണിറ്റിൽ താഴെ മാത്രം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL ഗാർഹിക ഉപഭോക്താക്കൾക്ക് സർചാർജ് ബാധകമായിരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ മുൻപ് യൂണിറ്റിന് പരമാവധി 10 പൈസ വരെ മാത്രമേ സർചാർജ് ഈടാക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ 10 പൈസ പരിധി കേരള സർക്കാർ നീക്കം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.